കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഇന്നോ നാളെയോ ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് യുദ്ധവും തുടരുന്നുണ്ട്. എറണാകുളത്ത് വിവിധയിടങ്ങളിൽ ഇന്നും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. കാലടി കാഞ്ഞൂർ ജംഗ്ഷനിലും പഞ്ചായത്ത് ഓഫീസിന് മുൻപിലും ഒക്കെ VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്നും ചേർന്നുകൊണ്ട്. സഹിൻ, കൊച്ചിയെ സംബന്ധിച്ച് VD സതീശന് വലിയ പിന്തുണയുണ്ട്. കാരണം ഫ്ലെക്സ് മാത്രമല്ല, ഇന്നലെ പ്രതിഷേധവും ഒക്കെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഇപ്പോൾ എവിടേക്കാണ് ഫ്ലെക്സ് ഉയർന്നത്? ഫ്ലെക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ല എന്ന് പറയുന്നത് VD സതീശന്റെ തട്ടകമായിട്ട് തന്നെയാണ് കരുതുന്നത്. VD സതീശന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. ഇന്നലെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് എറണാകുളത്തെ നെട്ടൂരിൽ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് കാഞ്ഞൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിരവധി ഫ്ലക്സുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാലടി കാഞ്ഞൂരിലെ പഞ്ചായത്ത് ഓഫീസിലും അവിടുത്തെ മറ്റ് നഗര പ്രദേശങ്ങളിലും അടക്കം നിരവധി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫ്ലക്സുകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഫ്ലക്സുകൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്, VD സതീശന് അനുകൂലിച്ചുകൊണ്ട് നിരവധി പ്രകടനങ്ങൾ നഗരത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് നാളെയുമെല്ലാമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലക്സ് യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ പലതും അവരുടെ പ്രവർത്തകർ തന്നെ, അതായത് VD സതീശൻ അനുകൂലികൾ വലിച്ചു കീറുന്നതായും കാണാൻ കഴിയുന്നുണ്ട്. സേതു, ഓക്കെ, ശരി. വളരെ പ്രധാനപ്പെട്ട